ഇറാനും അമേരിക്കയും തമ്മിൽ ആഴ്ചകളായി നിലനിന്നിരുന്ന അതിരൂക്ഷമായ സൈനിക സംഘർഷങ്ങൾക്ക് ഒടുവിൽ അയവ് വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ട്രംപ് പരസ്യമായി വ്യക്തമാക്കി. മേഖലയിലെ പിരിമുറുക്കം ആഗോളതലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് സമാധാനത്തിന്റെ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങളെ ട്രംപ് ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു. ടെഹ്റാൻ അണുബോംബ് നിർമ്മിക്കുന്നത് തടയാൻ ഇത്തരം കടുത്ത നടപടികൾ അത്യന്താപേക്ഷിതമായിരുന്നുവെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ സൈനിക നടപടികൾക്കപ്പുറം ഇപ്പോൾ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്നും അതിൽ വലിയ പുരോഗതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മേഖലയിൽ ഇപ്പോഴും സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെന്ന് ട്രംപ് സമ്മതിച്ചു. എങ്കിലും നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ ഉടൻ തന്നെ വലിയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന കാര്യത്തിൽ താൻ പൂർണ്ണ ശുഭപ്രതീക്ഷയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ ഭരണകൂടം സൈനിക നടപടികളിൽ നിന്ന് പിന്മാറി നയതന്ത്ര പരിഹാരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഗൾഫ് മേഖലയിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസവും ഏറ്റുമുട്ടലുകളുമാണ് നടന്നിരുന്നത്. തന്ത്രപ്രധാനമായ നാവികപാതകളിൽ നടന്ന സ്ഫോടനങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന വാക്പോരുകളും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. അതിൽ നിന്നുള്ള വ്യക്തമായ ഒരു നയതന്ത്ര മാറ്റമാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയിലൂടെ പ്രതിഫലിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പ്രതിരോധവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമാണ് അമേരിക്കയെ ചർച്ചകളുടെ മേശയിലേക്ക് തിരികെ എത്തിച്ചതെന്നാണ് ഒരു വിഭാഗം അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നിലനിൽക്കുമ്പോഴും തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും പണയം വെക്കാൻ ടെഹ്റാൻ തയ്യാറായിരുന്നില്ല. ഇറാന്റെ ഈ ഉറച്ച നിലപാട് അമേരിക്കയ്ക്ക് മേൽ കടുത്ത നയതന്ത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ മറ്റൊരു ദീർഘകാല യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വാഷിംഗ്ടൺ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ചും ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നതും വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നതും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അതിനാൽ സംഘർഷം നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ വലിയൊരു ഭാഗവും കടന്നുപോകുന്ന ഈ പാത അടഞ്ഞുകിടക്കുന്നത് വൻകിട വ്യവസായ രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ചർച്ചകൾ വിജയകരമാകുന്നതോടെ ഹോർമുസ് ജലപാത പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ മേഖലയിലെ ആയുധ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചിരുന്നു. തങ്ങളുടെ ആണവ പുരോഗതി പൂർണ്ണമായും തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് തെളിയിക്കാൻ ഇറാൻ തുടർച്ചയായി ശ്രമിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും രാഷ്ട്രീയമായി തങ്ങളുടെ വിജയം അവകാശപ്പെടാനുള്ള അവസരം നൽകും. അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് പ്രമുഖ ശക്തികളും ഈ വിഷയത്തിൽ ഇടപെടുവാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. ഈ അന്താരാഷ്ട്ര സമ്മർദ്ദവും ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് കാരണമായിട്ടുണ്ടാക്കാം. US സൈനിക ശക്തിയുടെ പ്രദർശനത്തിലൂടെ ഇറാന്റെ ആണവ ലക്ഷ്യങ്ങൾക്ക് തടയിടാൻ സാധിച്ചു എന്ന് അമേരിക്കൻ ജനതയ്ക്ക് മുൻപിൽ സ്ഥാപിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. സൈനിക ദൗത്യം ലക്ഷ്യം കണ്ടുവെന്നും ഇനി നയതന്ത്രത്തിലൂടെ കാര്യങ്ങൾ പൂർത്തിയാക്കാമെന്നുമുള്ള സന്ദേശമാണ് ട്രംപിന്റെ വാക്കുകളിലുള്ളത്. അതേസമയം ചർച്ചകളുടെ വിശദാംശങ്ങളോ ഉഭയകക്ഷി വ്യവസ്ഥകളോ ഇതുവരെ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഉന്നയിച്ച ഉപരോധ ലഘൂകരണ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുമോ എന്നതും ഭാവിയിലെ ആണവ പരിശോധനകൾ സംബന്ധിച്ച് എന്ത് തീരുമാനമുണ്ടാകുമെന്നതും ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ടെഹ്റാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി അനുകൂലമായി പ്രസ്താവനകൾ വന്നാൽ മാത്രമേ ഈ ചർച്ചകൾ അന്തിമ കരാറിലേക്ക് എത്തൂ എന്ന് പറയാൻ സാധിക്കൂ. അമേരിക്കൻ വാഗ്ദാനങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന് ഇറാൻ നേതൃത്വം കൃത്യമായി വിലയിരുത്തുന്നുണ്ടാകും. ദീർഘകാലമായി തുടരുന്ന US ഇറാൻ ശത്രുത പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഒരു ഒറ്റമൂലി കരാറിന് സാധിച്ചില്ലെങ്കിലും നിലവിലെ യുദ്ധാന്തരീക്ഷം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഗൾഫ് മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങളും ഈ പുതിയ സംഭവങ്ങളെ വലിയ ആശ്വാസത്തോടെയാണ് വീക്ഷിക്കുന്നത്.
സൈനിക നീക്കങ്ങളിൽ നിന്ന് നയതന്ത്ര വഴിയിലേക്ക് ട്രംപ് മാറിയത് അന്താരാഷ്ട്ര വിപണിയിലും അനുകൂല ചലനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഗോള എണ്ണ വിലയിലുണ്ടായ ചെറിയ കുറവും ഓഹരി വിപണികളിലെ ഉണർവും അതിന്റെ വ്യക്തമായ തെളിവാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നയതന്ത്ര ചർച്ചകളുടെ അന്തിമ ഫലം പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത്. സംഘർഷം തടയുന്നതിൽ ഇരു രാജ്യങ്ങളും കാണിക്കുന്ന ഈ നയതന്ത്ര ജാഗ്രത പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനത്തിന് വഴി തുറക്കുമോ എന്നാണ് ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്.